കീം റാങ്ക് പട്ടികയിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടാനില്ലെന്ന് നിരീക്ഷിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള സമയക്രമം പാലിക്കേണ്ടതിനാൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കും. ആശ്വാസവിധി തേടി നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സർക്കാരിന് തിരിച്ചടിയേറ്റത്. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടാനില്ലെന്ന് നിരീക്ഷിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. മാറ്റം വരുത്തിയ പ്രോസ്പെക്ടസ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് തുടരും. സിംഗിൾ ബെഞ്ച് വിധിയനുസരിച്ച് കീം റാങ്ക് ലിസ്റ്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ പുനഃക്രമീകരിക്കണം. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം ഹൈക്കോടതി തള്ളി. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി. കീം ഫോർമുല തയ്യാറാക്കിയത് വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നായിരുന്നു സർക്കാർ ഉയർത്തിയ വാദം. സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളോടുള്ള വിവേചനം അവസാനിപ്പിക്കാനാണ് പരിഷ്കരണ ഫോർമുല നടപ്പാക്കിയത് എന്ന വാദവും ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. തമിഴ്നാട് മാതൃകയിലാണ് ഫോർമുല തയ്യാറാക്കിയതെന്നുമായിരുന്നു സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. CBSE സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള അസമത്വം അവസാനിപ്പിക്കാനാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ സർക്കാർ ആലോചിച്ച് തീരുമാനമെടുക്കും. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള സമയക്രമം പാലിക്കേണ്ടതിനാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാവകാശം ലഭിക്കില്ലെന്നാണ് സർക്കാർ നിയമവൃത്തങ്ങളുടെ വിലയിരുത്തൽ. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.